ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു മിക്സി ഗ്രൈൻഡറിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വെറും 5 സെക്കൻഡ് മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ കട്ടിങ്ങൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമയം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന്. കണ്ടല്ലോ, നമുക്ക് ഏത് രീതിയിൽ ഇത് ക്രഷ് ചെയ്തെടുക്കണോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കാനും ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പഴം അരച്ചെടുക്കാനും ഒക്കെ ഈ ഒരു ജാറ് തന്നെ നമുക്ക് മതി. ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ആ ഒരു